നമുക്കും സ്വതക്കൊക്കെ ഉണ്ടാവും. ആ സ്വതക്കയിലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഈ പരിപാടിയുടെ ലാസ്റ്റ് ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു 500 രൂപ തരാൻ പറ്റുന്ന ഒരു 20 ആൾ കൈവക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് വേഗം ഒരു 20 ആൾ കൈവക്കും. ഓക്കെ, ശരി, നിങ്ങൾ നല്ല നാട്ടുകാർ. അതേസമയത്ത് വയലിന്റെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ബക്കറ്റ് വരുന്നുണ്ട്. ഏതെങ്കിലും ആ 20-ൽ നിന്ന് ഒരു മനുഷ്യൻ ആ ബക്കറ്റിൽ 500 ഇടോ? ഇല്ല. എന്തുകൊണ്ട്? ബക്കറ്റിൽ 500 ഇട്ടാല് ഉസ്താദ് എന്താ പറയുന്നത്? 500 ബക്കറ്റിലിടാനത് നടക്കൂലോ. 500 എല്ലാം ഒരു മനുഷ്യനെ ഒരു കൈവക്കണ്ടേ? എടാ, ചരിത്രത്തിൽ സംഭവിക്കും നമ്മളെ ബക്കറ്റിൽ ഒരു 500 ഇടല്. അതെന്താ സംഭവിക്കാത്ത? ബക്കറ്റിനായിട്ട് കണ്ടുപിടിച്ച നോട്ടന്നെ 10 രൂപയാണ്. 500 ആയിട്ട് ഇട്ടിട്ട് ബക്കറ്റിന്റെ താഴ്ഭാഗം പൊട്ടി വീണാലോ? അല്ലേ? നമ്മുടെ സ്വതക്കയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് വേണ്ടിയാവരുത്, അള്ളാഹുവിന് വേണ്ടിയാവും. ഞാനിപ്പോൾ ആവശ്യത്തിലേക്ക് കടക്കാനല്ല, അത് വിശാലമായ ഒരു ലോകമാണ്. നമ്മുടെ സ്വതക്ക കിട്ടിയ ഒരാൾ നമ്മെ ബഹുമാനിക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയാൽ ആ സ്വതക്ക ബാത്തിലായി. നമ്മൾ സഹായിച്ചിട്ട് ഒരാൾ വീട് വെച്ചു, അയാൾ പിന്നീട് നമ്മളോട് അധികം ബന്ധമൊന്നുമില്ലെങ്കിൽ നമുക്ക് വിഷമമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്തേ? ഞാൻ സഹായിച്ചിട്ടല്ലേ അയാൾ വീട് വെച്ചത്. ആ കുട്ടി ദർസിൽ പഠിക്കണ കാലത്ത് എൻ്റെ വീട്ടിൽ നിന്നല്ലേ 5 കൊല്ലം ഫുഡ് കഴിച്ചത്. ഇപ്പം വലിയ ബിരുദധാരിയും സംഘടനാ നേതാവൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിട്ട് എന്നെ ഒരു മെയിൻറ്റ് പോലും ആക്കിയിട്ടില്ല. 5 കൊല്ലം ഫുഡ് കഴിച്ചിട്ടില്ലേ? ഈ ഫുഡ് കൊടുത്ത് മെയിൻറ്റാക്കാനാ? കണ്ടോ? സ്വതക്ക ബാത്തിലാവുന്ന ഒന്നും നമ്മളെ മനസ്സിലേ ഉണ്ടാവില്ല. ആയിഷ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ആയിഷ ബീവി ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ അടിമച്ചക്കനെ വിളിച്ചിട്ട് പറയും, ഈ സ്വതക്ക കിട്ടിയ ആളുടെ വേഗിൽ തന്നെ നീ പോടുന്ന് പറയും. അയാൾ വീട്ടിലെത്തുന്നവരെ വേഗം പോടുന്ന് പറയും. പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, അയാള് സ്വതക്ക തന്നെ എനിക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ് ദ്വാരന്നിട്ടില്ല. എപ്പോഴെങ്കിലും സ്വതക്ക കിട്ടിയ ആള് എനിക്ക് വേണ്ടി ദ്വാരന്നെന്നാണ് ആയിഷ ബീവി കേട്ടാൽ ഒന്നുകൂടി സ്വതക്ക കൊടുക്കും. കാരണം ഇപ്പം കൊടുത്ത സ്വതക്കന്റെ പ്രതിഫലം ഇവിടുന്ന് തന്നെ ദുആ ആയിട്ട് തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട്. നമ്മൻ കൊടുത്ത സ്വതക്കന്റെ ലിസ്റ്റാറ്റ ഉസ്താദ് വായിച്ചിട്ടില്ലെങ്കിൽ അടുത്ത റബിയുൽ ലെവലിൽ കളി കാണിച്ചരാന്ന്. കേട്ടാ, ശരിക്കും പറഞ്ഞാൽ അബ്ദുദ്ദീനാറായാൽ പൈസ കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത നേതാവാ. സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരയല്. എന്താ സിദ്ദീഖ് കരയണത്? മുത്തനബി എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അത് വേണ്ടില്ലായിരുന്നു. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല നബിയെ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കർ തന്നെയും തങ്ങൾക്കുള്ളതല്ലേ, പിന്നെന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? കണ്ടോ? അതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവരുടെ മനസ്സിൽ ഒന്നും ചിന്ത തന്നെ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ അബൂബക്കർ ഹാജിഖാന്റെ ആറ്റം സംഭാവന പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മെഹ്ളറിന്റെ വാർഷികത്തിന് കാണാം. നമ്മൾ കുറെ മാറാനുണ്ട്. ആരെയും തൃപ്തിപ്പെടുത്താനും ഒരു എൻട്രി പാസ് കിട്ടാനും ഒരു മൊമെന്റോ ഷോക്കേസിൽ കിട്ടാനും നമ്മൾ പണിയെടുക്കരുത്. അള്ളാന്റെ അടുത്തെത്തിയ കുടുങ്ങിപ്പോവും. നമ്മളെല്ലാം ശ്രദ്ധിക്കണം.